നമ്മുടെ ആറ്റിലെ നമ്മൾ വള്ളിച്ചൂണ്ട കിട്ടാൻ വന്നത്. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങൾ രണ്ടും കൂടി വള്ളിച്ചൂണ്ട കിട്ടാൻ വന്നത്. ഇന്ന് തീറ്റയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോഴിക്കോടല്ല. നമ്മൾ കിട്ടാൻ സാധ്യതയുള്ള മീനെന്ന് പറഞ്ഞാൽ മനഞ്ഞിലും മഞ്ഞക്കൂരിയാണ് കിട്ടാൻ സാധ്യതയുള്ളത്. ഇന്നെന്തായാലും കെട്ടിയിട്ട് നോക്കാം, നാളെ എന്ത് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ ചൂണ്ട ഇതാ, ഒരു 10-100 ചൂണ്ട തളച്ച് വെച്ചിട്ടുണ്ട്. ചൂണ്ട അതിനുള്ള വെയിറ്റാണ്, കല്ലാണ്, നമ്മൾ ഈ പാറക്കല്ല വെയിറ്റായിട്ട് ഇടുന്നത്. തീറ്റി കോഴിക്കോടല്ല. ജോയിൻ്റ് അവിടെ ഒരു വള്ളി നമ്മൾ ഇട്ട് തീർന്നു. വള്ളി ഇട്ട് തീർന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കല്ല് വെയിറ്റില്ലാതെ, വെയിറ്റിനുള്ളത് കല്ല് എടുത്തില്ല. നമ്മൾ ചൂണ്ട ഇടേണ്ട കല്ല് തന്നെ ഒരെണ്ണം കെട്ടി താക്കുക. ഇനിയുണ്ട് 3-4 വള്ളി കൂടിയുണ്ട്. അത് രണ്ടും കഴുക്കോലേ ഉള്ളൂ നമുക്ക് കുത്താൻ. ചിലപ്പോൾ 2 വള്ളി കൊണ്ട് നിർത്തും. ഇത് ഞങ്ങളുടെ വെള്ളം തന്നെ കേട്ടോ. ഈ വെള്ളത്തെ ഇപ്പം ഞങ്ങൾ പണിക്ക് പോകുന്നില്ല. നമ്മുടെ വലയും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ ഇരിക്കുന്നത്. ആ വെള്ളത്തിൽ ചെറിയ കംപ്ലൈൻറ്റാണ്. രണ്ടാമത്തെ ഉണ്ട്. എത്ര ഉണ്ടോ അവിടെ? ഈ കടലൊക്കെ എപ്പോഴും ഞങ്ങൾ വല വെക്കുന്ന സ്ഥലമാണിത്. ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമാണ് ഈ കടൽ. കണ്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന കടൽ. ഇപ്പോൾ പോള കുറവാണ്. പോള ഉപ്പുവെള്ളം വന്ന് മൊത്തം പോയതുകൊണ്ടാണ് ഒത്തിരി മീൻ പിടിച്ച സ്ഥലമാണ് ഇതൊക്കെ. രണ്ടാമത്തെ പർസ് തീറ്റയാണ്. ഈ കടലിൻ്റെയൊക്കെ തുമ്പത്തിട്ടാൽ ഇതെന്നാ അറിയാം, ഈ മഞ്ഞക്കൂരിയൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം ഈ കടലിൻ്റെ തുമ്പ്. രണ്ട് വള്ളി ഇന്ന് കെട്ടി കേട്ടോ, ബാക്കി വള്ളി കെട്ടുന്നില്ല. ഈ 2 വള്ളി കെട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി വള്ളി കൂടി കെട്ടാം. എല്ലാ വള്ളിയും കൂടി കെട്ടി ഒന്നും കിട്ടിയില്ല പിന്നെ വെറുതെ.
നമ്മൾ ഇന്നലെ ഇട്ട ചൂണ്ട നോക്കുക. തീറ്റി പോയിട്ടുണ്ട് കുറച്ചുണ്ട് അല്ലേ. ഒരു വള്ളം മുങ്ങിപ്പോയ സ്ഥലമാണ്. അങ്ങോട്ട് വലിച്ചിട്ടിപ്പോ എനക്കൊന്നും വരഞ്ഞ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഉടക്കയിലാണ് കിടക്കുന്നത്. ഇത് കേട്ടിട്ടായിരിക്കും. ഇത് കേട്ടിട്ടായിരിക്കും. എന്നത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കൈ നോക്കണം, കൈ നോക്കണം. നല്ല ഉടക്കയില്ല. കൊമ്പം വല്ലതുമാണ് വലിച്ചു കയറിക്കുന്നത്. മോനെ ഒരു ചൂണ്ട കഴിഞ്ഞിരിക്കുകയാണ്. ഒരെണ്ണം ഉണ്ടായിരുന്നു നോക്കിയിട്ടെ. വർക്കാവുന്ന കാണാം. ഒരു വള്ളിച്ചൂണ്ട, ഒരു ചൂണ്ടയെ കിട്ടിയതാ പറഞ്ഞു. നോക്കാം അടുത്ത ചൂണ്ട എന്നാണെന്ന് നോക്കാം. ഒരു വള്ളി കൂടി നമ്മൾ കെട്ടിയിട്ട് നമ്മളിനി അവിടെ അങ്ങ് കാണുന്ന അവിടെയാണ് നമ്മൾ അടുത്തൊരു ചൂണ്ട കെട്ടിയിരിക്കുന്നത്. അവിടെ പോയി നോക്കാം. ൊക്കെ ഒഴുക്ക് വന്ന പിന്നെ ഇത്തവണ വെള്ളം വന്ന പിന്നെ മൊത്തം ഉടക്കാണെന്ന് മതി. അടുത്ത ഉടക്കയിലാ നിൽക്കുന്നത്. നല്ല സൈസ് സാധനം. രണ്ടാമത്തെ ചേർന്നുണ്ട്. അത് ചതിക്കുമോ? കോട്ടുണ്ടോ? കോട്ട് വണ്ടിയിലുണ്ട്. വെരി ഗുഡ്. ഒന്ന് അല്ല കുക്കപ്പ് പറ്റാ പോട്ടെ. കുക്കപ്പ് കൊള്ളാലോ.
അവരൊക്കെ പണിക്കാരാണ്. പലക്കിന്റെ വിലക്കാർ. അതെ, ആ മലഞ്ഞിരി പിടിച്ചിട്ട് അറിഞ്ഞില്ല. അങ്ങോട്ട് വലിയ വെള്ളമൊന്നുമില്ല. എനിക്കൊന്ന് ഇഷ്ടപാടെല്ലാം കണ്ട് ഉടക്കിട്ട് അത് കുഴഞ്ഞ് തളർന്ന് കിടക്കുമായിരുന്നു. അടുത്ത് ശ്രമിച്ചു രണ്ടും കിടക്കുന്നുണ്ടോ? വലിയ താന്നു പോകാനൊക്കെ തോന്നുന്നു. ആ ഉണ്ട് അതിനുണ്ട്. അവിടെ പൊക്കമാണെന്ന് തോന്നുന്നു കൂടുതൽ. അവിടെ ഞാൻ വാളയ്ക്ക് ചൂണ്ട കിട്ടുന്ന സമയത്ത് അവിടെ ഇഷ്ടംപോലെ എനിക്ക് വാള കിട്ടി താഴ്ചയുള്ള സ്ഥലം. അതിന്റെ ഇടയ്ക്ക് വലിച്ചോണ്ട് പോകായിരിക്കും. ആ മഴയുടെ ഞാൻ തോന്നുന്നു. ഈ കമ്പുകാടൻ കണ്ടപ്പം ഒഴുകി അടിഞ്ഞിരിക്കുന്നു. ലൈവ് തീറ്റ തന്നെ വേണം. അപ്പം ലൈവ് തീറ്റ തന്നെ വേണ്ടി വരുമെന്ന്. ഏതാ അത്? വാളൊക്കെ ഇത് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് കുറവാ സാധനം. അതാ രണ്ട് വള്ളി ഇന്ന് കെട്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം കിട്ടിയിട്ട് നമുക്കാകെ 2 വലഞ്ചിരി കിട്ടി. രണ്ടെണ്ണം കിട്ടിയതുകൊണ്ട് നമുക്ക് ചെറിയ സന്തോഷം. ഒന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ വീഡിയോ പോലും ഇടാൻ കാണത്തില്ലായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ബോണസായിട്ട് നമ്മളൊരു മഞ്ഞക്കൂരി പ്രതീക്ഷിച്ചായിരുന്നു. നമ്മുടെ ആറ്റി മഞ്ഞക്കൂരി ഇല്ല. അത് തന്നെയല്ല, നമ്മുടെ ഇപ്പം നല്ല ഒഴുക്കുണ്ട് നമ്മുടെ ആറ്റി. ഇനിയിപ്പോൾ ഒഴുക്കെല്ലാം മാറിയിട്ട് വേണം ഇനിയിപ്പം വാളയ്ക്ക് ചൂണ്ട വെക്കാൻ. വാളയ്ക്ക് ചൂണ്ട വെക്കാന്ന് പറഞ്ഞാൽ വയമ്പാണ് വാളയ്ക്ക് ഇടുന്നത്. പലരും പല സാധനം ഇടുന്നുണ്ട്. മത്തി ഇടുന്നവരുണ്ട്, ഉരുളം പരലിടുന്നവരുണ്ട്. ഇവിടെ നമ്മളിടുന്നത് ഇവിടെ വയമ്പ കൊണ്ടുവിടുന്നത്. പക്ഷേ വയമ്പ് ഇപ്പം കിട്ടാനില്ല ഇവിടെ. പാടമെല്ലാം വിതയെല്ലാം കഴിഞ്ഞുകൊണ്ട് കലക്കവെള്ളം അടിക്കുന്നുണ്ട്. വയമ്പ് മോട്ടറിൻ്റെ വാതിക്കലൊന്നും ഇല്ല. അന്നേരം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. അവിടെ ചെന്നിട്ട് ഇത് പിടിച്ചൊന്ന് ഫോട്ടോ എടുത്തിട്ട്